സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയോജന ദിനം. നാടെങ്ങും വയോജന സംഗമങ്ങൾ. മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. ദേശീയ സന്നദ്ധ രക്തദാന ദിനം. ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. മേലാങ്കോട്ട് സ്കൂൾ പരിസരത്തെ മൊബൈൽ ടവറിനെതിരെ പ്രതിഷേധം ശക്തമായി. ജനകീയ സമിതി നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. കൺസ്യൂമർ ഫെഡ് അഴിമതി ഫെഡായി മാറിയതായി BJP സംസ്ഥാന സെക്രട്ടറി AG ഉണ്ണികൃഷ്ണൻ. BJPയുടെ പരിവർത്തന യാത്ര സമാപിച്ചു. ആരോഗ്യമേഖലയോട് സർക്കാർ അവഗണന കാട്ടുന്നതായി ആരോപിച്ച് ഫെസ്റ്റോ ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി. കൊയ്ത്തിന് കർഷകർക്ക് തുണയായി CPM മഹിളാ പ്രവർത്തകർ. വിജയ് ചിത്രം പുലി തിയേറ്ററുകളിലേക്ക്. ആഹ്ലാദം പ്രകടിപ്പിച്ച് ആരാധകർ. വാർത്തകൾ വിശദമായി. ലോക വയോജന വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നീലേശ്വരത്ത് നടന്നു. കേരള സീനിയർ സിറ്റിസൺ ഫോറവും സാമൂഹ്യനീതി വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. വാർദ്ധക്യത്തിന്റെ അവശതയും വേദനകളുമായി അവർ നീലേശ്വരത്തെ SS കലാമന്ദിർ ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടി. നല്ല കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളും ഇന്നിന്റെ അവശതകളും പരസ്പരം പങ്കുവച്ചു. സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെയും സാമൂഹ്യ നീതി വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു വയോജന വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം. സീനിയർ സിറ്റിസൺ ഫോറം സംസ്ഥാന പ്രസിഡന്റ് P. ബാലൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ തൃക്കരിപ്പൂർ MLA K. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നേ ദിവസം മുതൽ ഒരാഴ്ച കാലം ഒരു വാരാചരണം എന്ന രീതിയിൽ വയോജനങ്ങളുടെ വൈവിധ്യമാർന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇവിടെ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനുമെല്ലാം വയോജനങ്ങളിൽ നിന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് വിശദമായി തന്നെ ഇവിടെ സംസാരിച്ചു. മുതിർന്ന പൗരന്മാരെ ചടങ്ങിൽ ആദരിച്ചു. സാമൂഹ്യ നീതി വകുപ്പ് ജില്ലാ ഓഫീസർ RP പത്മകുമാർ സംസാരിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൊടക്കാട് നാരായണനെയും മുണ്ടശ്ശേരി ശക്തി അവാർഡ് ജേതാവ് രാജ്മോഹൻ നീലേശ്വരത്തെയും ചടങ്ങിൽ അനുമോദിച്ചു. സീനിയർ സിറ്റിസൺ ഫോറം സംസ്ഥാന സെക്രട്ടറി ജോർജ് വർഗീസ് സ്വാഗതവും സംസ്ഥാന സമിതി അംഗം K. നാരായണൻ നായർ നന്ദിയും പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. ഉദുമ MLA K. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ പ്രസിഡന്റും കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലറുമായ T. അബൂബക്കർ ഹാജി അധ്യക്ഷനായിരുന്നു. ഡോക്ടർ P. K. ജയശ്രീ, RP പത്മകുമാർ, K. ദാമോദര, VC ചന്ദ്രൻ എന്നിവർ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചു. സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ സെക്രട്ടറി K. സുകുമാരൻ സ്വാഗതവും E. തമ്പ നായർ നന്ദിയും പറഞ്ഞു. വയോജന ദിനാഘോഷം അതിഞ്ഞാൽ തെക്കേപ്പുറം അംഗൻവാടിയിൽ വിവിധ പരിപാടികളോടെ നടന്നു. മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. ലോക വയോജന ദിനാഘോഷം അതിഞ്ഞാൽ തെക്കേപ്പുറം അംഗൻവാടിയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. മുതിർന്ന പൗരന്മാരെ ആദരിക്കുന്ന ചടങ്ങും നടന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് എല്ലാ സ്ഥലങ്ങളും ഈ വാർഡിൽ മാത്രമല്ല എല്ലാ വാർഡിലും ഈ ഒരു ആഘോഷം നടക്കുകയാണ്. നമ്മുടെ ഈ നാട്ടിൽ ഒരു നല്ലൊരു ശതമാനം പേര് 60 വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ളവർ തന്നെയാണ്. ആ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർ എല്ലാവരും ആരോഗ്യമുള്ളവരാവണമെന്നില്ല. ചിലവർക്ക് അസുഖങ്ങളുണ്ടാവാം. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ വയോജനങ്ങളെ വൃദ്ധമന്ദിരങ്ങളിൽ കൊണ്ടാക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരവസ്ഥ മാറുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ ഈ വൃദ്ധന്മാരെ മാത്രം വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായില്ല. SK കുട്ടൻ അധ്യക്ഷനായി. വയോജനങ്ങളെ ആദരിക്കൽ ചടങ്ങ് മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാൻ C. കുഞ്ഞഹമ്മദ് പാലക്കി ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KM രമേശൻ ക്ലാസ് എടുത്തു. NV അരവിന്ദാക്ഷൻ, P. മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, P. അബ്ദുൽ കരീം, ചേരക്കാടത്ത് ഹമീദ്, ഷൈനി തോമസ്, അബ്ദുൾ മൗൽ തുടങ്ങിയവർ സംസാരിച്ചു. കമല സ്വാഗതവും ഇന്ദിര നന്ദിയും പറഞ്ഞു. സദ്ഗുരു പബ്ലിക് സ്കൂൾ ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആചരിച്ചു. സംഗീതാർച്ചനയും അരങ്ങേറി. വയോജന ദിനം പ്രമാണിച്ച് സദ്ഗുരു പബ്ലിക് സ്കൂളിൽ ഗ്രാൻഡ് പാരന്റ്സ് ഡേ വിപുലമായി ആഘോഷിച്ചു.
ചെയർമാൻ ശ്രീധർ കാമത്ത് ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ പാരൻസിൻ്റെ സഹായത്തോടു കൂടിയിട്ട് അവർ മുൻകൈയെടുത്തതിൻ്റെ ഫലമായിട്ട് ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഇവിടെ ഓടിച്ചേരാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നത് ആദ്യത്തെ മീറ്റിങ്ങിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രചോദനമാണ്. അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഗവൺമെന്റിന്റെ ഉടമയിൽ തന്നെ നടക്കുന്ന ഒരു സീനിയർ സിറ്റിസൺസ് ഗ്രീവൻസ് ട്രൈബ്യൂണൽ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും പരിഹരിക്കുന്നതിനുമുള്ള ഒരു ബോഡിയാണ്. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ CK മഞ്ജുനാഥ്, അഡ്മിനിസ്ട്രേറ്റർ M കുഞ്ഞമ്പു പൊതുവാൾ എന്നിവർ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. കൊച്ചുകുട്ടികൾ പാദാർച്ചന നടത്തി, സംഗീതാർച്ചനയും നടന്നു. തുടർന്ന് ഗ്രാൻഡ് പാരൻസ് കലാപരിപാടികൾ അവതരിപ്പിച്ചു. നിഷ ലക്ഷ്മണൻ, VK രാജേഷ് കുമാർ, ഗായത്രി, ഇന്ദിരാദേവി, മഞ്ജുഷ, ശ്രീലത, ശുചിത്ര, ശോഭ, സതീ ദിവാകരൻ, ദിവ്യ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വമേകി. ലോക വയോജന ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. അജാനൂർ കടപ്പുറം അംഗൻവാടിയിൽ വയോജന സംഗമവും നടന്നു. അജാനൂർ കടപ്പുറം അംഗൻവാടി സ്കൂളിൽ വയോജന ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പഞ്ചായത്ത് മെമ്പർ A ചന്ദ്രൻ വയോജന സംഗമം ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺ ജില്ലാ കൗൺസിൽ അംഗം A ഹമീദ് ഹാജി അധ്യക്ഷനായി. GFUP സ്കൂൾ ഹെഡ് മാസ്റ്റർ AG ശംസുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. എന്റെ സംസാരം ശ്രദ്ധിക്കുന്ന മുഴുവൻ ആൾക്കാരും ഒരു ഘട്ടം എത്തുമ്പോഴേക്കും ഈ കുഞ്ഞുങ്ങളുടെ ഭാവം അല്ലെങ്കിൽ പ്രകടനം എന്തായിരുന്നോ അതേ രീതിയിലേക്ക് മാറുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതേപോലെ തന്നെ നമുക്ക് വയോജനം അല്ലെങ്കിൽ വൃദ്ധ അവസ്ഥ എന്ന് പറയുന്നത് അത് രണ്ടാം ബാല്യമാണ്. അപ്പൊ രണ്ടാം ബാല്യം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ചെറുപ്പത്തിൽ എന്തൊക്കെ സ്നേഹവും സഹകരണവും ചെറിയ കുട്ടികൾ എന്നുള്ള രീതിയിൽ നമുക്ക് ലഭിച്ചോ അതിന്റെ എത്രയോ ഇരട്ടി അളവ് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധുക്കൾക്ക് വയോജനങ്ങൾക്ക് നമ്മൾ കൊടുക്കാനുണ്ട്. AR രാമകൃഷ്ണൻ, AK ജനാർദ്ദനൻ, AK ബാലൻ, V മോഹനൻ മാസ്റ്റർ, K രാജൻ, PV കുഞ്ഞബ്ദുള്ള, KM രമേശൻ, A അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. മുതിർന്ന പൗരന്മാരായ കൊച്ചമ്മ, സുമിത്ര, നന്ദിനിയമ്മ തുടങ്ങിയവരെ ആദരിച്ചു. പ്രീത, V മുരളി, അനിത മോഹനൻ, K ശ്രുതി, AK കാഞ്ചന, രഞ്ജിനി എന്നിവർ സംബന്ധിച്ചു. AP രാജൻ സ്വാഗതവും നിഷ ടീച്ചർ നന്ദിയും പറഞ്ഞു. വയോജന ദിനാഘോഷം ഇട്ടമ്മൽ സൗത്ത് അംഗൻവാടിയിൽ വിവിധ പരിപാടികൾ നടന്നു. ലോക വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇട്ടമ്മൽ സൗത്ത് അംഗൻവാടിയും പാട്യം ഗോപാലൻ ക്ലബ്ബും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാർഡംഗം K അശോകൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഞാൻ കൂടുതൽ പ്രസംഗിച്ച് കുറേ ആൾക്ക് ദേശത്തേക്ക് അടുത്തൊരു ഈ വയോജന യോഗത്തിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് തന്നെ എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല. ഈ എത്തിയാത്ത മുഴുവൻ ആൾക്കാർക്ക് വാർഡ് മെമ്പർ എന്ന നിലയിൽ നന്ദി കടപ്പാട് അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുകയാണ്. മോഹനൻ മാസ്റ്റർ, നിർമ്മല ടീച്ചർ, K രവി, PV സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ദേശീയ സന്നദ്ധ രക്തദാന ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. ദേശീയ സന്നദ്ധ രക്തദാന ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം സ്വാമി നിത്യാനന്ദ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു. റവന്യൂ ഡിവിഷണൽ ഓഫീസർ ഡോക്ടർ PK ജയശ്രീ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാമൂഹിക ഇടപെടൽ ആവശ്യപ്പെടുന്ന ഒരു വിഷയം എന്നുള്ള നിലയിൽ അപകട സ്ഥലങ്ങളിൽ രക്തം വാർന്ന് ഉണ്ടാകുന്ന മരണങ്ങൾ നമ്മൾ പത്രങ്ങളിൽ കൂടി കാണുന്നുണ്ട്. ഇതേപോലെയുള്ള ഘട്ടങ്ങളിൽ സമയത്ത് രക്തം ആവശ്യമായ ഗണത്തിൽപ്പെട്ട രക്തം ലഭ്യമാക്കാൻ
ഉള്ള ആ സാധ്യതയാണ് രക്തദാനത്തിലൂടെയും രക്തസമാഹരണത്തിലൂടെയും ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ എം മഹീഷൻ അധ്യക്ഷനായി. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് സുനിതാനന്ദൻ രക്തദാന സന്ദേശം നൽകി. വി സുരേശൻ, കെ പ്രഫുൽ, ഡോക്ടർ സംഗീത, എ രാമചന്ദ്ര തുടങ്ങിയവർ സംസാരിച്ചു. മേലാങ്കോട്ട് സ്കൂൾ പരിസരത്തെ മൊബൈൽ ടവർ ജനകീയ കമ്മിറ്റി നഗരസഭാ മാർച്ച് നടത്തി. കുട്ടികളുടെ ജീവനും പഠനത്തിനും ഭീഷണിയാകുന്ന മൊബൈൽ ടവർ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി പ്രത്യക്ഷ സമരത്തിനിറങ്ങി. അധികൃതർക്ക് നിരവധി തവണ നിവേദനം നൽകിയിട്ടും നടപടിയില്ലെന്ന് വന്നപ്പോഴാണ് സ്കൂളിലെ രക്ഷിതാക്കൾ ഉൾപ്പെടെ സമരത്തിനിറങ്ങിയത്. നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്കൂൾ പരിസരത്തെ മൊബൈൽ ടവർ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ തന്നെ വിലക്കെടുക്കാൻ കഴിയുന്ന അത്ര വലിയ സാമ്പത്തിക ശേഷിയുള്ളവരാണ്. അതൊക്കെ ഉണ്ടായാലും ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ആകെ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ഒന്നും കണക്കാക്കാതെ തങ്ങൾക്ക് എന്തുമാകാമെന്ന ധാരണയോടുകൂടി ഇവിടെ പ്രവർത്തിക്കാമെന്ന് തീരുമാനിച്ചാൽ ഇവിടെ മേലാങ്കോട്ട് നിവാസികൾ മാത്രമല്ല കാഞ്ഞങ്ങാട് മുനിസിപ്പൽ പ്രദേശത്തുള്ള തീർച്ചയായും എല്ലാ വിഭാഗം ആളുകളുടെയും ശക്തമായ പ്രതിഷേധവും എതിർപ്പും അതിൽ വളർന്നു വരും. ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഈ കാര്യത്തിലുള്ള ശക്തമായ പ്രതിഷേധം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാഞ്ഞങ്ങാട് നഗരസഭ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവരുടെ അപേക്ഷ ഇവിടെ ഉണ്ടെങ്കിലും അതിൽ തീരുമാനമെടുത്തിട്ടില്ല. ചെയർമാൻ P ലീല അധ്യക്ഷത വഹിച്ചു. P അപ്പുക്കുട്ടൻ, B ഗംഗാധരൻ, പുഷ്പലത, P കുഞ്ഞിക്കണ്ണൻ, അജയകുമാർ നെല്ലിക്കാട്ട് എന്നിവർ സംസാരിച്ചു. കൺസ്യൂമർ ഫെഡ് ഉമ്മൻചാണ്ടി ഭരണത്തിൽ അഴിമതി ഫെഡായി മാറിയതായി BJP സംസ്ഥാന സെക്രട്ടറി AG ഉണ്ണികൃഷ്ണൻ. BJP മണ്ഡലം കമ്മിറ്റി നയിച്ച പരിവർത്തന യാത്ര സമാപിച്ചു. പാവപ്പെട്ടവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലക്ക് നൽകുന്നതിന് വേണ്ടി രൂപീകരിച്ച കൺസ്യൂമർ ഫെഡിനെ അഴിമതി ഫെഡായി ഉമ്മൻചാണ്ടി ഭരണത്തിൽ കോൺഗ്രസുകാർ മാറ്റിയതായി BJP സംസ്ഥാന സെക്രട്ടറി AG ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കൺസ്യൂമർ ഫെഡിൽ നടന്ന അഴിമതിയെക്കുറിച്ച് മുഖ്യപ്രതിപക്ഷമായ CPM മൗനം പാലിക്കുകയാണ്. BJP കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് E കൃഷ്ണൻ നയിച്ച 3 ദിവസത്തെ രാഷ്ട്രീയ പരിവർത്തന യാത്രയുടെ സമാപന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികമായി അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് കോൺഗ്രസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. സാങ്കേതികമായി അരുവിക്കരയിൽ കോൺഗ്രസ് വിജയിച്ചുവെങ്കിലും യഥാർത്ഥ വിജയം കൈവരിക്കാൻ സാധിച്ചത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് എന്ന് അടിവരയിട്ട് പറയാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും കേരളത്തിലെ മുന്നണികളിൽ വ്യത്യസ്തമായി ഒരു മാറ്റത്തിന് വേണ്ടി, പരിവർത്തനത്തിന് വേണ്ടി മൂന്നാമതൊരു ശക്തിയിലേക്ക് കേരള ജനങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നതാണ് അരുവിക്കര തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. പരിവർത്തന യാത്ര മണ്ഡലത്തിലെ നിരവധി കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം സമാപിച്ചു. സമാപന ചടങ്ങിൽ മുനിസിപ്പൽ പ്രസിഡന്റ് CK വത്സരൻ അധ്യക്ഷനായി. ദേശീയ സമിതി അംഗം മടിക്കൈ കമ്മാരൻ, കൊവ്വൽ ദാമോദരൻ, സുകുമാരൻ കാലിക്കടവ്, ശ്രീധരൻ കാരാക്കോട്, അഡ്വക്കേറ്റ് KK രാജഗോപാലൻ, V കുഞ്ഞിക്കണ്ണൻ, K പ്രേമരാജ് തുടങ്ങിയവർ സംസാരിച്ചു. KV നാരായണ പൊതുവാൾ സ്വാഗതവും ജാഥ ക്യാപ്റ്റൻ E കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ആരോഗ്യമേഖലയോട് സർക്കാർ അവഗണന കാട്ടുന്നതായി ആരോപിച്ച ഫെസ്റ്റോ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലാ ആശുപത്രി പരിസരത്താണ് പ്രകടനം സംഘടിപ്പിച്ചത്. ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്ത നഴ്സുമാർ ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ച നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധ പ്രകടനം നടന്നത്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടറി M ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ജീവനക്കാരുടെ സമരത്തെ അടിച്ചമർത്താൻ ഒരു കാരണവശാലും അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് ഇത്തരത്തിലുള്ള പ്രതിഷേധ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ 1-2,000 തസ്തികകൾ, നഴ്സുമാരുടെ തസ്തികകൾ ഇന്ന് ഒഴിഞ്ഞിടക്കുകയാണ്. 4 ജീവനക്കാർ വേണ്ട സ്ഥലത്ത് ഒരു നഴ്സിനെ നിയമിച്ചുകൊണ്ട് കൃത്യമായി നമ്മുടെ രോഗികളെ പരിചരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇന്നുള്ളത്. ഈ രീതിയിൽ നമ്മുടെ രോഗികളെ കൃത്യമായി പരിചരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ നമ്മുടെ ജീവനക്കാർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, കൃത്യമായി രോഗികളെ പരിചരിക്കണമെങ്കിൽ ആവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കണം. AK ആൽബർട്ട് അധ്യക്ഷനായി. TV ഗംഗാധരൻ, A വേണുഗോപാലൻ, VR രാജു തുടങ്ങിയവർ സംസാരിച്ചു. മഴയിൽ കുതിർന്ന നെല്ലുകൾ കൊയ്യാൻ കർഷകർക്ക് CPM പ്രവർത്തകരുടെ കൈത്താങ്ങ. കൊളവയലിലെ കർഷകർക്കാണ് അവർ സൗജന്യമായി കൊയ്ത്ത് പൂർത്തിയാക്കിയത്. കൊയ്ത്ത് നടക്കേണ്ട കാലത്ത് നനച്ചിരിക്കാതെ പെയ്ത മഴയിൽ നെല്ല് കുതിർന്നു നശിക്കുന്നത് ഒഴിവാക്കാൻ CPM പ്രവർത്തകരായ സ്ത്രീകൾ കൈകോർത്തു. പ്രദേശത്തെ 3 കർഷകർക്കായി അവർ 3 ദിവസത്തെ അധ്വാനം സൗജന്യമായി നൽകി. ചിരുതക്കുഞ്ഞി, കൊട്ടൻ, കൃഷ്ണൻ എന്നിവരുടെ കൃഷിയിടത്തിലാണ് സ്ത്രീകൾ സൗജന്യമായി കൊയ്ത്തിനിറങ്ങിയത്.
21-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും കൂടി ചേർന്നാണ് കൊളവേൽ പാടശേഖരത്തിൻ്റെ വയലിൽ ഈ കൃഷി കൊയ്ത്ത് നടത്തുന്നത്. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് സേവനം എന്ന നിലയിലാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഇത് മറ്റുള്ളവർക്കും ഒരു മാതൃകയാവട്ടെ. കൂലി ഒന്നുമില്ല, സേവനം മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുപോലെ ഇനിയുള്ളവർക്കും ഒരു മാതൃകയാകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് കാണിച്ചു കൊടുക്കുന്നത്. കൊളവയൽ കൂളിക്കാട് പ്രദേശങ്ങളിലെ സ്ത്രീകളുടെ കൂട്ടായ്മയിലാണ് കൊയ്ത്ത് പൂർത്തിയാക്കിയത്. 15ഓളം സ്ത്രീകൾ കൊയ്ത്തിൽ പങ്കെടുത്തു. കൊയ്ത്തിന് ഗീതാ ദിവാകരൻ, ശാരദാ രാഘവൻ, ഉഷാ സുകുമാരൻ, പുഷ്പ രഘുനാഥ്, ഉഷാ വിനോദ് എന്നിവർ നേതൃത്വമേകി. ജില്ലാ ആശുപത്രി ജീവനക്കാരുടെ കൂട്ടായ്മയിൽ ജൈവ കൃഷി ഒരുങ്ങി. ആശുപത്രി പരിസരത്ത് പച്ചക്കറി കൃഷി വിളവെടുത്തു. ജോലി തിരക്കിനിടയിലും അവർ മണ്ണിൽ ജൈവ കൃഷി ഒരുക്കി. ജില്ലാ ആശുപത്രി ജീവനക്കാരുടെ കൂട്ടായ്മയിലാണ് പച്ചക്കറി വിളഞ്ഞത്. വിഷരഹിത പച്ചക്കറികളുടെ വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുജാത നിർവഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് സുനിതാനന്ദൻ പച്ചക്കറി ഏറ്റുവാങ്ങി. കെ പവിത്രൻ, കെ രാജൻ, ദേവി തുടങ്ങിയവർ നേതൃത്വമേകി. കുന്നുമ്മൽ മാതൃസംഗമ ഹാൾ ഉദ്ഘാടനം നടന്നു. സേവാഗ്രാം വാർഡ് കേന്ദ്രം തുറന്നു. കാഞ്ഞങ്ങാട് നഗരസഭയുടെ വികേന്ദ്രീകാസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് 3-ാം വാർഡിൽ കുന്നുമ്മലിൽ മാതൃസംഗമ ഹാൾ പണിതത്. നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴ്ന്നോറടി മാതൃസംഗമ ഹാൾ ഉദ്ഘാടനം ചെയ്തു. മക്കൾ സുഖലോലുപമായി ജീവിക്കുന്ന സാഹചര്യം നമ്മൾ ചുറ്റുപാടിനകത്തുണ്ട്. അതോടൊപ്പം രക്ഷിക്കാനാളില്ലാതെ ചില ആളുകൾ ഇവിടെ സ്വത്തിന് വേണ്ടി മാത്രം കുടുംബത്തിൽപ്പെട്ട ആളുകൾ അവർക്ക് സ്വത്ത് വാങ്ങാൻ ഒട്ടനവധി ആളുകൾ തയ്യാറായെങ്കിലും രക്ഷിക്കാൻ ആളില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. അത്തരത്തിലെല്ലാം പരിസ്ഥിതി മാറിക്കൊണ്ട് ഇന്നലെ വരെ നമ്മളെ തെറ്റുപോറ്റി വളർത്തി എന്നാക്കിയ രക്ഷിതാക്കളെ അതിൻ്റെതായ അർത്ഥത്തിൽ തന്നെ പരീക്ഷിക്കണമെന്നാണ് നമ്മുടെ ഗവൺമെന്റും സാധാരണ ജനപതിയിലെ ആളുകൾ മനസ്സിലാവും. പക്ഷെ മൃഗതുല്യമായി ജീവിക്കുന്ന ഒട്ടനവധി ആളുകൾ മനുഷ്യജീവികളായ നമ്മുടെ ചുറ്റുപാടുകൾ അത്തരം ആളുകളെല്ലാം തന്നെ അച്ഛനമ്മമാരെ അല്ലെങ്കിൽ രക്ഷിതാക്കളെ വേണ്ട പോലെ പരിപാലിക്കുന്നില്ല എന്നുള്ള ദുഃഖകരമായ സ്ഥിതിവിശേഷം നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് നമുക്കറിയാം. നമ്മൾ ഏത് രീതിയിലാണോ നമ്മുടെ അച്ഛനമ്മയെ പോറ്റുന്നത് രക്ഷിക്കുന്നത്, അതുപോലെ മാത്രമേ നമ്മുടെ മക്കൾ നമ്മളെ നോക്കൂ എന്നുള്ള ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ശോഭ, എം സേതു, രവി മുങ്ങത്ത്, ബാബു, ഗംഗാ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി തയ്യാറാക്കിയ ഓഫീസായ AKDA ഭവൻ കാഞ്ഞങ്ങാട് ബെങ്കശ്ശേരി കോംപ്ലക്സിൽ ഒക്ടോബറിൽ തുറക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് ബേങ്കശ്ശേരി കോംപ്ലക്സിൽ ആരംഭിക്കുന്ന AKDA ഭവന്റെ ഉദ്ഘാടനം AKDA സംസ്ഥാന പ്രസിഡന്റ് ശ്യാം പ്രസാദ് മേനോനും വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫും ചേർന്ന് ഒക്ടോബർ 4 രാവിലെ 9 മണിക്ക് നിർവഹിക്കും. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ ദിവ്യ മുഖ്യാതിഥിയായിരിക്കും. കേരളോട്ടൊപ്പം വളരെ നല്ല നിലയിൽ നടത്തിക്കൊണ്ടുവന്നൊരു സംഘടനയാണ്. അതിൻ്റെ ജില്ലാ ആസ്ഥാനം കാസർഗോഡാണ്. കാസർഗോഡ് നമുക്ക് സ്വന്തമായിട്ടൊരു ഓഫീസുണ്ട്. അപ്പം അതിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിക്ക് ഇവിടെ ഒരു ഓഫീസ്, ബെങ്കിശ്ശേരി കോംപ്ലക്സിൽ ഒരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ഒക്ടോബർ 4 രാവിലെ 10 മണിക്ക് AKDA സംസ്ഥാന പ്രസിഡന്റ് ശ്യാം പ്രസാദ് മേനോൻ നിർവഹിക്കുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ AKDA ജില്ലാ പ്രസിഡന്റ് മാഹിൻ കൊളിക്കര, ജില്ലാ ജനറൽ സെക്രട്ടറി GS ശശിധരൻ, ജില്ലാ ജനറൽ സെക്രട്ടറി മുനീർ ബിസ്മില്ല, ടി സംശുദ്ദീൻ, കാഞ്ഞങ്ങാട് യൂണിറ്റ് ട്രഷറർ ബാലകൃഷ്ണൻ, വിശ്വനാഥൻ, ഡോക്ടർ രാഹുൽ, KK സിറാജ് എന്നിവർ സംബന്ധിച്ചു. 25 വർഷങ്ങളായി കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ പ്രവർത്തിച്ചു വരുന്ന ബുജുസു ഷിറ്റോറിയു കരാട്ടെ സ്കൂളിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 2 കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടക്കും. പി കരുണാകരൻ MP ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ ദിവ്യ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ബുജുസു ഷിറ്റോറിയുടെ കരാട്ടെ സ്കൂൾ കാഞ്ഞങ്ങാട് ബ്രാഞ്ചിലെ ബ്രൗൺ ബെൽറ്റ് ഹോൾഡർ മാസ്റ്റർ രോഹിത് രാജു, ദേശീയ കരാട്ടെ മത്സരത്തിൽ കേരള ടീമിനു വേണ്ടി മത്സരിച്ച സ്മൃതി കെ ഷാജു, ധനുഷ് ബേബി എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിക്കും. കഴിഞ്ഞ 25 വർഷമായിട്ട് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ കരാട്ടയുമായി ബന്ധപ്പെട്ട് നിരവധി സ്കൂളുകളും അതുപോലെ തന്നെ സ്കൂളുകളിൽ കുട്ടികൾക്കുള്ള പരിശീലനമൊക്കെയായി കരാട്ട മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന വ്യക്തിയാണ് മിസ്റ്റർ ഷാജു മാധവൻ. അദ്ദേഹത്തിന് സ്പെയിൻ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ആയോധന കലാകേന്ദ്രം അദ്ദേഹത്തിൻ്റെ സ്കൂളിനെ കരാട്ടെ സ്കൂളിന് ഇവിടെ അംഗീകാരം
നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നാളെ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ടൗൺ ഹാളിൽ ഒട്ടേറെ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി വി രമേശൻ, ജിൻസ് മാത്യു എന്നിവരും സംബന്ധിച്ചു. വിജയ് ചിത്രം പുലി പുറത്തിറങ്ങി, ആഹ്ലാദം പ്രകടിപ്പിച്ച ആരാധകർ. വിജയ് പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രം പുലി ലോകമെമ്പാടും റിലീസായതിന്റെ ആഹ്ലാദത്തിലാണ് ഫാൻസ് പ്രവർത്തകർ. കാസർഗോഡ് താലൂക്ക് ആശുപത്രിയിലെത്തിയാണ് രക്തദാനത്തിലൂടെ ചിത്രത്തിന് വിജയാശംസകൾ നേർന്നത്. കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്ററിലാണ് പുലി റിലീസ് ചെയ്തത്. പ്രവർത്തനങ്ങൾക്ക് ഫാൻസ് പ്രവർത്തകരായ സുധീഷ്, അനീഷ്, രഘു, നിതീഷ് എന്നിവർ നേതൃത്വമേകി. ജില്ലയിൽ 60ഓളം പേർ കാസർഗോഡ് താലൂക്ക് ആശുപത്രിയിൽ എത്തിയാണ് രക്തദാനം നൽകിയത്. ആരാധകർ ദീപ്തി തിയേറ്ററിന്റെ പരിസരത്ത് ബാൻഡ് വാദ്യവും പടക്കവുമായി ചിത്രത്തെ വരവേറ്റു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയോജന ദിനം, നാടെങ്ങും വയോജന സംഗമങ്ങൾ, മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. ദേശീയ സന്നദ്ധ രക്തദാന ദിനം, ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. മേലാങ്കോട്ട് സ്കൂൾ പരിസരത്തെ മൊബൈൽ ടവറിനെതിരെ പ്രതിഷേധം ശക്തമായി. ജനകീയ സമിതി നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. കൺസ്യൂമർ ഫെഡ് അഴിമതി ഫെഡായി മാറിയതായി ബിജെപി സംസ്ഥാന സെക്രട്ടറി AG ഉണ്ണികൃഷ്ണൻ. ബിജെപിയുടെ പരിവർത്തന യാത്ര സമാപിച്ചു. ആരോഗ്യമേഖലയോട് സർക്കാർ അവഗണന കാട്ടുന്നതായി ആരോപിച്ച ഫെസ്റ്റോ ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി. കൊയ്ത്തിന് കർഷകർക്ക് തുണയായി CPM മഹിളാ പ്രവർത്തകർ. വിജയ് ചിത്രം പുലി തിയേറ്ററുകളിലേക്ക്, ആഹ്ലാദം പ്രകടിപ്പിച്ച ആരാധകർ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.